ഹായ് ഗായ്സ്, ഇന്നൊരു മിനി വ്ളോഗ് ഇല്ലെങ്കിൽ എന്തോ ഒരു വ്ളോഗ് അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായി, രാവിലെ വന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് മാനന്തവാടിക്ക് പോവാം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒന്ന് ത്രെഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്തോ ഒരു അപാകത, രണ്ടെണ്ണം കൂടി മിക്സ് ചെയ്തിട്ടതാണ്. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുക. വീടൊക്കെ പൂട്ടി ഇറങ്ങിയല്ലോ, ഇനിയിപ്പോൾ തിരിച്ച് കയറാനും പറ്റൂല. പിന്നെ പെണ്ണാണെങ്കിൽ അനങ്ങാതിരിക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ, അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അതിൻ്റെ ഒരു ചടപ്പിലിരിക്കുക. ചേട്ടായി വണ്ടിയൊക്കെ തിരിച്ചു. അങ്ങനെ നമ്മളൊരു വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോൾ ആട്ടോ പോകുന്നത്. ഒന്ന് വെയിലൊക്കെ തണുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി കയറിയിരുന്നപ്പോഴാണെങ്കിൽ അവൾ കാഴ്ച കാണാൻ മിടിക്കുക. ഇപ്പോഴാണ് അവളുടെ അപ്പം വണ്ടി ഓടിക്കുന്നത് നോക്കിയിരിക്കലാണ് അവളുടെ പരിപാടി. അങ്ങ് പഠിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നാളെ അവൾക്ക് കാർ എടുത്ത് അവൾ വണ്ടി ഓടിച്ചങ്ങ് കോഴിക്കോട് എത്തുന്നതാണ് അവളുടെ വിചാരം. പിന്നെ അങ്ങനെ അവൾ കുറേ നേരം നോക്കിയിരുന്നു. ഞാൻ അതും നോക്കി കുറേ നേരം ഇരുന്നു കേട്ടോ. എന്നെ നോക്കുന്നേ ഇല്ല, വേറെ എവിടേക്കും നോക്കുന്നില്ല. അവളെ ചേട്ടൻ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ്റെ കൈ പോകുന്നതും അങ്ങനെയൊക്കെയാണ് കേട്ടോ, നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനാണെങ്കിലും പുറത്ത് കുറേ ദിവസമായില്ലേ പോയിട്ട്, ചേട്ടൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഞാൻ പുറത്ത് പോക്കില്ല. അപ്പം അങ്ങനെ ഇതാ പുറത്തൊക്കെ നോക്കി, നല്ല എന്താ പറയുക, ഒരു ജയിലിൽ കിടന്നിട്ട് ജയിലിന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നൊരു മനഃശാന്തി ഇല്ലേ, ഒരു മനസ്സുഖം എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു തരം വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഇല്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനാണ് പിന്നെ പുറത്ത് പോക്ക്. അന്നൊരു മൂഡും ഉണ്ടാവില്ല, മൂഡില്ലാണ്ട് വല്ല വീഡിയോ എടുത്തു. ഇന്ന് പിന്നെ കുറച്ച് നല്ല സന്തോഷത്തിലാട്ടോ പോകുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയി. പകുതിയിൽ നിന്ന് ഞങ്ങൾ അമ്മേനെയും കൂട്ടി പിന്നെ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെ അതെന്ത് സാധനം മേടിക്കാൻ പോകുന്നതെന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലൊന്ന് പോയി, ഞാൻ ത്രെഡ് ചെയ്തു, അമ്മയെ ഒന്ന് ത്രെഡൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ ത്രെഡ് ചെയ്തതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റണില്ല, തിരക്കായിപ്പോയി. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെ പോയി ഒരു ലൈമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കട തപ്പി പോവുകയാണ്. അപ്പം ഞങ്ങൾ ആ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ നിന്ന് നമ്മൾ അങ്ങനെ ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. അമ്മ ഇപ്പോൾ പറയുക അത് കൊള്ളൂല, അതാണ് ഇതാണ്. ഈ കട കാണുമ്പോൾ തന്നെ മാനന്തവാടിയിലുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കാം, ഞാൻ പേരൊന്നും പറയണില്ല. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ മുഖം കണ്ടാൽ മനസ്സിലാവില്ലേ, ഇവിടെയാണോ, വേറെ എവിടെയും കിട്ടിയില്ലേ എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കഴിഞ്ഞപ്പോൾ വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ. ടേബിളൊക്കെ ഒരുമാതിരി നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നു. അമ്മ ഇരുന്നിടത്താണ് അവിടെ വെള്ളം. അമ്മ നോക്കിയില്ല, നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് അങ്ങനെ നോക്കൂലല്ലോ. അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ അവിടെ വെള്ളം. പിന്നെ അവിടെ നിന്ന് മാറി ഇപ്പുറത്തെ ടേബിളിലേക്ക് ഇരുന്നു. ഒരുമാതിരി എന്താ പറയുക, ഒന്നും പറയാനില്ല. അത് പോയവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും കേട്ടോ, എപ്പോഴും ഒരേപോലെ ആണോയെന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ചേട്ടായി പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസും, ഞാനും അമ്മയും ഒരു ചിക്കു ജ്യൂസായിരുന്നു, ഷേക്കായിരുന്നു, എന്തോ ഒരു സാധനവും ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ അവർക്കൊന്നും കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഷവർമ്മ തിന്നാൻ കൊതി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെള്ളിയൊക്കെ വീഴും, അത് എനിക്കുള്ളതാണ്. അപ്പം ഞാൻ കുറേ നാളായി, ഡെലിവറിക്ക് മുന്നേ ഞാൻ ഷവർമ്മ തിന്നുക, പിന്നെ തിന്നിട്ടില്ല. അപ്പോൾ അത് തിന്നാൻ കൊതി. അപ്പോൾ അവിടെ കണ്ടപ്പോൾ അതൊന്ന് തിന്ന് നോക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനത് പറഞ്ഞു, വേറെ ആർക്കും ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചേട്ടായി കൊച്ചിനും കളിപ്പിച്ച് അങ്ങനെ ഇരിക്കുക. അവൾ ഇതെല്ലാം കണ്ട് രസിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ. ഇത് കുറച്ച് നേരം ഇരുന്നു കിട്ടാൻ വേണ്ടി. പിന്നെ കിട്ടിക്കഴിഞ്ഞപ്പം ആക്രാന്തം പിടിച്ച് ഞാൻ തീറ്റ കേട്ടോ. അപ്പം ഞാൻ ചേട്ടനോട് പറയുക, യൂട്യൂബർ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിന്നുന്നതൊക്കെ വീഡിയോ കാണിക്കേണ്ട വരും, കുറച്ച് വൃത്തി തിന്നാന്ന്. പക്ഷെ വൃത്തിയിലൊന്നും തിന്നാൻ പറ്റിയില്ല. ഞാൻ ക്യാമറ ഓഫാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടവിണ്ടാതിരി വാരി വലിച്ച് തിന്നു. ഒരുമാതിരി കുഞ്ഞിപ്പിള്ളേർ വിരകി എണീറ്റ അവസ്ഥയിലായിപ്പോയി കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പതിയെ അമ്മയും ചേട്ടയും കൊച്ചും ഫ്രണ്ടിലിരുന്നു, ഞാൻ ബാക്കിൽ നല്ല നീണ്ട് നിവർന്ന് കിടന്നിങ്ങ് പോരുകയാണ് ഗൈസ്. ഒരാശ്വാസമായി, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. പിന്നെ ഒന്നും പറയാനില്ല, നല്ല റെസ്റ്റ് എടുത്തങ്ങ് പോന്നു കേട്ടോ. വൈകുന്നേരമായി ഞങ്ങൾ ഇവിടെ നിന്നും പോയി. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ടൗണിൽ, അതായത് വാളാട്, അവിടെ കയറി കുറച്ച് അവിടെ നിന്ന് കറങ്ങി. അപ്പോൾ അങ്ങനെ കുറേ നേരം പോയി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ